അതിനിടയിൽ തന്നെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൽ 7 സൈനികർ ഇതുപോലെ ഒരിടത്ത് പെട്ട് അവർ വളരെയധികം സങ്കടമുണ്ട് അത് പറയുമ്പോൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരാണ്. അപ്പം അവര് ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിനിടയിൽ 7ഓളം വരുന്ന സൈനികർ നമ്മുടെ രാജ്യത്തിന് തന്നെ നഷ്ടപ്പെട്ടു പോയത്. ബാബുവിനെയും വെറുതെ വിട്ടില്ലല്ലോ നിങ്ങൾ. എന്തൊരവസ്ഥയാണിത്! എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനിടയിലേക്ക് വർഗീയത കൊണ്ടുവരുന്ന ചില വർഗീയ ഭ്രാന്തന്മാർ എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നത്? ബാബു തീവ്രവാദിയാണോ? ബാബു ഭീകരവാദിയാണോ? ബാബു ഏതെങ്കിലും തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ചു എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? മല കയറിപ്പോയത് തീവ്രവാദ പരിശീലനത്തിന് വേണ്ടിയാണ് എന്നാണ് ചാണക്യ എന്ന പേരിലുള്ള ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘി ഓൺലൈൻ ഇപ്പോൾ വലിയ വായിൽ വിളിച്ചു പറയുന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസും ഇവന്മാര് കയറ്റി വിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ് അവസാനം ഈ തീവ്രവാദിയെ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം തന്നെ വേണ്ടി വന്നില്ലേ എന്ന്. ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് RSSകാരുടെ സംഘപരിവാറിന്റെ സൈന്യമാണ്. അല്ല, നമ്മുടെ രാജ്യത്തിന്റെ സൈന്യമാണ്. അവർ നമ്മുടെ രാജ്യത്തിന്റെ രക്ഷകരാണ്, അല്ലാതെ നിങ്ങളുടെ ആളുകളല്ല. എന്തോ നിങ്ങൾ കൊണ്ട് വന്നതുപോലെയാണല്ലോ ഈ വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്നുള്ളത്. ഇനി ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ചാണക്യ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പറയാണ് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മല കയറിയത് എന്നുള്ളതാണ്. എന്തൊരു അവസ്ഥയാണിത്! നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചാനലിനെതിരെയും ഇതിനുള്ള ആളിനെതിരെയും കൃത്യമായ നടപടി കൈക്കൊള്ളാൻ കേരള ഗവൺമെന്റ് തയ്യാറാവണം. ഈ രാജ്യം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം, കേരളം കണ്ണു ചിമ്മാതെ കാത്തിരുന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിൽ ആ വിഷയത്തിലെ ഇരയെ തീവ്രവാദിയാക്കി മാറ്റിയ ഇത്തരത്തിലുള്ള ഓൺലൈനെതിരെ നടപടി വേണം. അല്ലാതെ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെയല്ല നടപടിയെടുക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ ഇവർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ബാബുവിനെ രക്ഷിച്ചത് ഈ രാജ്യത്തെ രക്ഷകരായിട്ടുള്ള സൈന്യമാണ്. വളരെ കരുത്തോട് കൂടിയിട്ട് ആത്മാഭിമാനം പണയം വെക്കാതെ ആർജവത്തോടെ അവരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തി. അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യടികൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു എന്ന് വരില്ല. അവരവരുടെ ജോലി കഴിഞ്ഞപ്പോൾ അവർ പോകും. അടുത്ത ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു റെസ്ക്യൂയുടെ ഭാഗമായിട്ട് അവരെ നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനിടയിൽ തന്നെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൽ 7 സൈനികർ ഇതുപോലെ ഒരിടത്ത് പെട്ട് അവർ വളരെയധികം സങ്കടമുണ്ട് അത് പറയുമ്പോൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരാണ്. അപ്പം അവര് ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിനിടയിൽ 7ഓളം വരുന്ന സൈനികർ നമ്മുടെ രാജ്യത്തിന് തന്നെ നഷ്ടപ്പെട്ടു പോയത്. അത് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സൈനികരെയൊക്കെ വർഗീയവാദത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള നരഭോജികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ ഈ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് ആരുടെയെങ്കിലും കയ്യടിക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബിഗ് സല്യൂട്ട്. ബാബുവിന്റെ പേരിൽ വർഗീയത പറഞ്ഞ് തീവ്രവാദം കെട്ടിച്ചമച്ച് ഈ രാജ്യത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരഭോജികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കേരളത്തിലെ നല്ലവരായ മതേതര സമൂഹം, ഹൈന്ദവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, മതമുള്ളവൻ മതമില്ലാത്തവൻ കെട്ടുകെട്ടിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ ഇവിടെയുള്ള ആർജവമുള്ള ഉദ്യോഗസ്ഥരുണ്ടാകും. അവരാണ് എടുക്കേണ്ടത്. നമുക്കറിയാവുന്ന വിഷയമാണ്. ആ ചെറുപ്പക്കാരന്റെ ഉമ്മ അവിടെ നിന്ന് വളരെ വേദനയോട് കൂടിയിട്ട് തൻ്റെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുമാണ്. അപ്പോഴും ആ ഉമ്മ പറയുന്നുണ്ട് തൻ്റെ മകൻ ചെയ്തത് തെറ്റാണ് എന്ന്. പക്ഷേ ആ ഉമ്മയുടെ അഭിപ്രായത്തോട് കൂറുപുലർത്താൻ ഞാനില്ല.
അതൊരു തെറ്റായിട്ട് കാണാൻ എനിക്ക് സാധിക്കുകയുമില്ല. ട്രക്കിങ്ങുകളൊക്കെ എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. ആരെങ്കിലും അപകടത്തിൽ പെടും എന്നുള്ള വിശ്വാസത്തെ മുന്നിൽ നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അപകടത്തിൽ പെട്ടതാകാം. എവറസ്റ്റ് ഒക്കെ കീഴടക്കിയവരൊക്കെ ഇത്തരത്തിലുള്ള സാഹസിക യാത്രയിലൂടെ കടന്നുപോയിട്ട് തന്നെയാണ് അവരൊക്കെ കൊടുമുടികൾ കീഴടക്കിയിട്ടുള്ളത്. അല്ലാതെ സാഹസികത കാണിക്കാതെ ഒന്നുമല്ല ആരും ഒന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരകരെ, പ്രചരണത്തിന്റെ ആളുകളെ, അവരാണ് ഈ രാജ്യത്തിന്റെ ദേശസ്നേഹികൾ, അവരാണ് ഈ രാജ്യത്ത് പട്ടാളക്കാരെ സ്നേഹിക്കുന്നവർ, അവരാണ് ഈ രാജ്യത്തോട് കൂറുപുലർത്തുന്നവർ എന്ന് പറയുന്ന ഇത്തരക്കാരെ പച്ചക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക് വിമർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ ഈ വർഗീയത നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ നാട് വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.